കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് വെള്ളം തരാൻ നിൽക്കണം. അത് എത്ര ദിവസമായി വെള്ളം കുടിച്ചിട്ട്. അയ്യോ അഞ്ചരക്കണ്ടി കോളേജിലെത്തി നിതിൻ രാജിന്റെ കുടുംബം. പൊട്ടിക്കരഞ്ഞ് പിതാവ്. മകനെ കൊന്ന പ്രിൻസിപ്പാളിനെ കാണേണ്ടെന്ന് പിതാവ്. അയ്യോ എനിക്ക് കുടുംബത്തിന് 10 കോടി രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും ആവശ്യം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ദളിത് ലീഗ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളും. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ് കേരളം. വേനൽ മഴയും ആശ്വാസമായില്ല. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% മാത്രം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം ഇന്ന് തുറക്കില്ല. നീക്കം തീരുമാനം വിവാദമായതിന് പിന്നാലെ. തുറക്കാൻ തീരുമാനിച്ചത് EVM സ്ട്രോങ് റൂം അല്ലെന്ന് ജില്ലാ കളക്ടർ. വോട്ടെണ്ണൽ ദിനം വരെ സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മുഖ്യമന്ത്രിയുടെ മകന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ വിവാദം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചെന്ന് പരാതി. മറ്റ് മാധ്യമപ്രവർത്തകരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കയ്യേറ്റം ചെയ്തത് ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരെന്ന് മാധ്യമപ്രവർത്തകർ. കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഭീഷണിയെന്ന ആരോപണം. വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചത് സംസ്കൃതം വ്യാകരണ വിഭാഗം വകുപ്പ് മേധാവി. പരിപാടിയിൽ സാന്നിധ്യമില്ലെങ്കിൽ അക്കാഡമിക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല എഴുതി വെക്കും. ആരൊക്കെയാണ് ഇതിനോട് സഹകരിക്കാത്തത്, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാലോ. അവസാന RIC ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ, വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയണം. പ്രതിഷേധവുമായി SFI. ലെബനനിലെ സൈനിക നീക്കത്തിനിടെ സൈനികൻ യേശുവിന്റെ പ്രതിമ തകർത്തു. ഇസ്രായേലിന് വ്യാപക വിമർശനം. മാപ്പ് പറഞ്ഞ പ്രധാനമന്ത്രി. പ്രതിമ തകർത്ത IDF സേനാംഗത്തിനെതിരെ കടുത്ത നടപടിയെന്ന് ഉറപ്പു നൽകി. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാർ നീട്ടില്ലെന്ന് സൂചന. ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ. വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്ന് ട്രംപ്. ഹോർമുസിൽ ഉപരോധത്തിൽ നിന്ന് പിന്മാറ്റമില്ല. ചർച്ച നടത്തിയെടുക്കാൻ പാകിസ്ഥാന്റെ തിരക്കിട്ട നീക്കങ്ങൾ. ബംഗാളിലും തമിഴ്നാട്ടിലും ഇന്ന് കൊട്ടിക്കലാശം. റോഡ് ഷോകളും റാലികളുമായി പ്രചാരണാവേശം പാരമ്യത്തിൽ. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി. ബംഗാളിൽ ആദ്യഘട്ടം മറ്റന്നാൾ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഹൃദയഭേദകമായ രംഗങ്ങൾ. മകൻ മരിച്ച മണ്ണിൽ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു നിതിൻ രാജിന്റെ പിതാവ് രാജൻ. നിതിന് ജീവൻ നഷ്ടമായ ശേഷം ആദ്യമായാണ് കുടുംബം മെഡിക്കൽ കോളേജിൽ വന്നത്. കോളേജ് പ്രിൻസിപ്പാളിനെ കാണാനും പിതാവ് തയ്യാറായില്ല. മകനെ കൊന്നയാളെ തനിക്ക് കാണേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിതിന്റെ ഹോസ്റ്റൽ മുറിയിലേക്കും കുടുംബം എത്തും. നേരത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് കുടുംബം പരാതി നൽകിയിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായി കുടുംബത്തോടൊപ്പം എത്തിയ മറ്റു ബന്ധുക്കളും ആരോപിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. എന്റെ മകന് അവസാനം ആരും വെള്ളം കൊടുത്തില്ലല്ലോ, എനിക്ക് വേണ്ട. ഒന്നും വേണ്ട. ഇതുവരെ ആരും ഒന്നും വിളിച്ച് ചോദിച്ചില്ല, വീട്ടിൽ വന്നില്ല. എന്റെ മകനെ കൊന്നേല്ലേ. അവിടെ വെയിലുണ്ട് കേട്ടോ. ചേട്ടാ ഫോണ് ഒന്ന് കുറച്ച് മോനെ തരേ. എത്ര ദിവസമായി അവൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് വെള്ളം തരാൻ നിൽക്കണം. അവൻ എത്ര ദിവസമായി വെള്ളം കുടിച്ചിട്ട്. അയ്യോ അയ്യോ എന്റെ മോൻ കുളിച്ചിട്ടാ ഉണ്ടിട്ടാ വെള്ളം കുടിച്ചിട്ട് എത്രയോ ദിവസമായി. അയ്യോ എനിക്ക് കാണണ്ടേ. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഗുരുതരമായ
പരാതികളും ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ കുടുംബം. പ്രിൻസിപ്പാളിനെ കാണാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് ഈ മരണത്തിൽ പ്രിൻസിപ്പാൾ ഉത്തരവാദിയാണ് എന്നുള്ള കാര്യം വിളിച്ചു പറയുകയാണല്ലോ നിതിൻ രാജിന്റെ പിതാവ്. ഗുരുതരമാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ. തീർച്ചയായും മഞ്ജുഷയെ ഹൃദയഭേദകം എന്ന് പറയേണ്ടി വരും. അത്രത്തോളം നെഞ്ചു പൊട്ടി കരയുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ ഇന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കണ്ടത്. 11:30 കൂടിയാണ് കുടുംബം ഇവിടെ എത്തുന്നത്. അതായത് അച്ഛൻ രാജൻ, അതോടൊപ്പം സഹോദരി രാഖി, അതോടൊപ്പം സഹോദരി ഭർത്താവ് അശോകൻ. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ പോയത് അവസാനമായി നിതിൻ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. പിന്നീട് അവിടെ നിയന്ത്രിക്കുന്ന കഴിയുന്നതിലപ്പുറം ആ അച്ഛൻ പൊട്ടിക്കരയുകയായിരുന്നു. അവിടെ നിലത്ത് ഇരിക്കുന്ന സാഹചര്യമായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്നും പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിന്നും കൂട്ടവിചാരണ നടന്നു. അതാണ് മകൻ ആത്മഹത്യ ചെയ്യാൻ പ്രധാന കാരണം എന്നിപ്പോൾ സഹോദര ഭർത്താവ് അശോകൻ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് ചികിത്സാ പിഴവുണ്ടായി എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ കേസിൽ ഇപ്പോൾ റാം, സംഗീത ഈ രണ്ടുപേർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഈ ലോൺ ആപ്പ് കമ്പനിയിലെ 3 നടത്തിപ്പുകാരും. പക്ഷെ അതല്ല, ഈ ലോൺ ആപ്പ് ഉടമകളെ കണ്ടെത്തണം എന്നൊരു ആവശ്യം ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം പ്രിൻസിപ്പൽ വിനോദ് മോനി, അതോടൊപ്പം ലതാ ശശിധരൻ, ഈ ഒരു അധ്യാപകർക്കെതിരെയും കേസെടുക്കണമെന്ന് അവർ കൃത്യമായി ഇപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പലിനെ കാണാൻ ഇവർ തയ്യാറായില്ല. കാരണം തങ്ങളുടെ മകൻ മരിക്കാൻ ഇടയായത് ഇവരുടെ ഈ കൂട്ടവിചാരണയാണ് എന്നിവർ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ആ വീണ് കിടന്ന സ്ഥലം, അല്ലെങ്കിൽ അവസാനമായി നിതിൻ മരിച്ചു കിടന്ന സ്ഥലം, അതിനുശേഷം നിതിന്റെ ഹോസ്റ്റലിലേക്കും ഈ പിതാവ് രാജൻ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോലും ഇപ്പോഴും പറ്റാത്ത ഒരവസ്ഥ. നെഞ്ചു പൊട്ടി കരയുന്ന ഒരു അച്ഛനെ നമ്മൾ ഇന്ന് അഞ്ചരക്കണ്ടി കോളേജിൽ കണ്ടു. മകന് നീതി ലഭിച്ചില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം. ഇതുവരെ ഈ കേസിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ഇവർ ആരോപിക്കുന്ന, അല്ലെങ്കിൽ കേസിൽ പ്രതികളായ റാം, സംഗീത ഈ രണ്ടുപേരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ഗുരുതരമായ ഒരു ആരോപണം ആശുപത്രിക്ക് നേരെയാണ്. 1:35 നിതിനെ ഇവിടെ ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് ആശുപത്രിയിൽ 3 മണിക്കൂറോളം, 3:30 വരെ ആശുപത്രിയിൽ നിതിന് ജീവനുണ്ടായിരുന്നു. അവിടെ ചികിത്സാ പിഴവുണ്ടായി എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ ഇപ്പോൾ കോളേജിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. സഹപാഠികൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം ഇത്തരത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രതിഷേധവുമായി ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ മാസം 28-ാം തീയതി സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തണം. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി വേണമെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. എന്തായാലും അതേസമയത്തും ഈ ലോൺ ആപ്പിലേക്ക് മാത്രമായി അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയല്ലേ ഇപ്പോൾ കണ്ടുവരുന്നത്. മറ്റൊരു കാര്യം കൂടി ഈ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് വീട്ടിലേക്ക് ആരും ഈ കോളേജിൽ നിന്ന് വന്നിട്ടില്ല ഇതുവരെ എന്നാണ്. കുടുംബത്തിന് കോളേജിലേക്ക് വരേണ്ടി വന്നു. ഇപ്പോൾ അതിന് കാരണമായിട്ട് കോളേജ് അധികൃതർ നേരത്തെ പറഞ്ഞത് പ്രതിഷേധമുണ്ടാകുമെന്ന് ഭയന്നാണ് ഞങ്ങൾ പോകാതിരുന്നത്, ആരെങ്കിലും ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുമെന്ന് പോലും ഭയപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും അർത്ഥമില്ലല്ലോ. ആരും കോളേജിൽ നിന്ന് തുടക്ക സമയത്ത് പോലും പോകാമായിരുന്നു, ആരും എത്തിയിരുന്നില്ലല്ലോ അങ്ങോട്ട്. അതാണല്ലോ അച്ഛൻ വികാരാധീനനായി വിളിച്ചു പറയുന്നത്, അവിടെ എനിക്കൊരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് വേണ്ട എന്ന്. അത് മനുഷ്യ തീർച്ചയായും ഈ സമയം വരെ കോളേജ് മാനേജ്മെന്റ് അധികൃതർ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിതിൻ രാജിന്റെ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കാനൊന്നും ഇതുവരെ തയ്യാറായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് ഇറക്കിയത്. ആ പത്രക്കുറിപ്പാകട്ടെ നമുക്കതിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് അടിവരയിട്ട് പറയുന്ന ഒരു പ്രസ്താവന മാത്രമാണ്. അതിൽ ഇത്തരത്തിൽ ഈ കുടുംബത്തെ കാണാൻ പ്രതിഷേധമെന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ ലോൺ ആപ്പിലെ ചാരി അല്ലെങ്കിൽ കോളേജ് അധികൃതർക്ക് യാതൊരു ബന്ധമില്ല എന്ന തരത്തിലാണ് ആ വാർത്താക്കുറിപ്പിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം വലിയ പ്രതിഷേധത്തിലുള്ളത്. മാനേജ്മെന്റ് ഈ നിലപാടിൽ അവർ ഇപ്പോഴും പറയുന്നത്, അവസാനമായി നമ്മൾ പുറത്തുവിട്ട ആ ദൃശ്യത്തിൽ ആ പ്രിൻസിപ്പളിന്റെ മുറിയിൽ വെച്ച് നിതിൻ രാജിന് വലിയ തോതിൽ കൂട്ടവിചാരണ നേരിടേണ്ടി വന്നു. ഇത്രയും ഈ ഒരു പണം അല്ലെങ്കിൽ ഈ ഒരു സംഭവം തങ്ങളെ വിളിച്ച് ഇത് അറിയിച്ചിരുന്നില്ല, തങ്ങൾ ആ പണം അടക്കുമായിരുന്നു. അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത പണം വന്ന്. പക്ഷേ മാനേജ്മെന്റ് ഇറക്കിയ വാർത്താക്കുറിപ്പിലാകട്ടെ
അത് സഹോദരി ഭർത്താവിന് വേണ്ടിയെടുത്ത പണമാണെന്നൊക്കെ തരത്തിൽ വലിയ തോതിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കുടുംബം തള്ളി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. 11 ദിവസമായിട്ടും ഇതുവരെ നിതിൻ രാജിന്റെ വീട്ടിലേക്ക് മാനേജ്മെന്റ് ഒരു പ്രതിനിധി പോലും പോയിട്ടില്ല എന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കണ്ണൂരേക്ക് അഞ്ചരക്കണ്ടി ഇന്നലെ കണ്ണൂരിലേക്ക് എത്തുന്നത്. കമ്മീഷണർ ഓഫീസിലെത്തി അദ്ദേഹത്തെ കാണുന്നു. ഇതിൽ കുറ്റക്കാർക്കെതിരെ, അതായത് ഈ നേരത്തെ പറഞ്ഞ ആളുകൾക്കെതിരെ എല്ലാം കേസെടുക്കണം. അതുകൂടാതെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള 2 പേരെയും അറസ്റ്റ് ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്മീഷണറെ ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് ഇന്ന് 11:30 അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അച്ഛനെത്തുന്നത്. അച്ഛനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹോദരിയും നിതിന്റെ സഹോദരി ഭർത്താവും അങ്ങനെയാണ് അവിടെ എത്തുന്നത്. പിന്നീട് നേരെ ഒരു നിതിൻ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് നേരത്തെ ഈ 11 ദിവസം, അതായത് നിതിൻ രാജ് മരിച്ചതിന് ശേഷം ആദ്യമായാണ് ഈ കുടുംബം ഇവിടെ എത്തുന്നതെന്നും പ്രത്യേകതയുണ്ട്. ഏതായാലും മകനെ ഒരു ഡോക്ടറായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും അതിൽ ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് ഇവർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ കേസിൽ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് ഏതറ്റം വരെയും പോകുമെന്ന ആണ് ഈ സഹോദരി ഭർത്താവ് ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരി പറഞ്ഞതാണ് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പാൾ പ്രതിയാണെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് കുടുംബത്തിനുള്ളത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി കേട്ടു നോക്കാം. അല്ല, മാനേജ്മെന്റ് അല്ല, പ്രിൻസിപ്പലിനെയും അവിടെ ഉണ്ടായിരുന്ന പേരറിയാത്ത 2 പേര്, അവരവിടുത്തെ 2 സ്റ്റാഫുകളെന്നാണ് പറയുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റിലാണെന്ന് തോന്നുന്നു. സാറന്മാരാ? അതെ, ടീച്ചേഴ്സ് അതെ. സംസാരിച്ചു. നമ്മൾ വേറൊന്നുമില്ല, ഇതിന്റെ ഈ അവന്റെ പൊരുളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പോലീസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൈമാറാൻ ചെയ്യാനുള്ള താക്കോലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ. അപ്പോൾ അത് പോലീസിൻ്റെ കൈവശമാണുള്ളത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ചോദിച്ച് അവരുടെ അനുവാദം വാങ്ങി അവിടെ നിന്ന് പോയി ഹോസ്റ്റലിൽ നിന്ന് എടുക്കാനായിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത്. ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന്, ഈ പറഞ്ഞ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് അവരും കുറ്റവാളികളാണെന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻസിപ്പളും ഈ പറഞ്ഞ ലത, മറ്റു 3 പേര് ഫൈസൽ ഉൾപ്പെടെ, ഈ പറഞ്ഞ ആ റൂമിലുണ്ടായിരുന്ന മറ്റ് ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇവരിപ്പോഴും പറയുന്ന ഒരു അവ്യക്തതയില്ല. പ്രിൻസിപ്പൾ ഓരോ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പറയുന്നതിൽ വ്യക്തതയില്ല. പറയുന്ന സമയങ്ങളിൽ, പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. ഈ പറയുന്ന ആദ്യം നമ്മൾ പ്രതികളെന്ന് പറഞ്ഞ ഈ റാമും പിന്നെ രണ്ടാമത്തെ പ്രതി സംഗീത, അവർ ശക്തമായിട്ട് നമ്മൾ ഉറച്ചു വയ്ക്കാനാണ് ഈ 2 പേരും സംഗീതയും ഉണ്ട്, ഇല്ലാന്നില്ല. അവരാരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും സംഗീത പ്രതി തന്നെയാണ്. ഈ 2 പേരും കൊലപാതകികളാണ്. ബൈജു, ആ കൂട്ടവിചാരണയെക്കുറിച്ചാണല്ലോ സഹോദരി ഭർത്താവ് പറയുന്നത്. പ്രിൻസിപ്പാളിന്റെ റൂമിൽ നടന്ന കൂട്ടവിചാരണ, അതിനാൽ തന്നെ പ്രിൻസിപ്പാളും അതിനകത്ത് ഉത്തരവാദിയാണ്. പ്രിൻസിപ്പാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു, കയർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷമായിരുന്നു നിതിൻ രാജിന്റെ മരണം സംഭവിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഇതിലേക്ക് പോകുന്നില്ലല്ലോ. കുടുംബം പറയുന്ന ഈ കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുന്നില്ലല്ലോ, അങ്ങോട്ട് നീങ്ങുവാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ ഇപ്പോഴും. ഇല്ല മഞ്ജുഷ, ഇതുവരെ ഇതിൽ അത്തരത്തിൽ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ സംഗീതയും അതുപോലെ തന്നെ റാം എന്ന് പറയുന്ന അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം റാം ഇപ്പോൾ സുഖമായി ആന്ധ്രയിൽ നിൽക്കുകയാണ്. പോലീസ് കാവലോടുകൂടിയൊക്കെ ആന്ധ്രയിൽ നിൽക്കുന്നെന്നാണ് പറയുന്നത്. ആന്ധ്ര സ്വദേശി കൂടിയാണ് ഇയാൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം സംഗീത എന്ന് പറയുന്ന 2ാമത്തെ പ്രതി ഇപ്പോൾ കേരളം വിട്ടതായാണ് പറയുന്നത്. എന്തായാലും നമ്മൾ വിട്ട 3ാമത്തെ CCTV, 4ാമത്തെ CCTV അത് വളരെ നിർണായകമായിരുന്നു. അതിൽ ഈ പ്രിൻസിപ്പൽ നിതിനോട് കയർക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ കുടുംബത്തെ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു കൂട്ട വിചാരണ അവിടെ നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു അത്. 3 ദൃശ്യങ്ങൾ ആദ്യം നമ്മൾ പുറത്തുവിട്ടു. അതിനുശേഷം 4ാമത്തെ ദൃശ്യം അത് വളരെ നിർണായകമായിരുന്നു. പ്രിൻസിപ്പൽ നിതിനെ കയർത്ത് സംസാരിക്കുന്നു. വലിയ തോതിൽ നിതിൻ അവിടെ നിന്നും ന്യായീകരിക്കുന്നു ഒക്കെ കാണാം. പക്ഷെ അപ്പോഴും പ്രിൻസിപ്പൽ വളരെ ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലത, ശശിധരൻ, ഫൈസൽ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഈ വിനോദ് മോനി തുടങ്ങിയവരെ ഇതിൽ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. കമ്മീഷണറെ നേരിൽ കണ്ട് ഏതായാലും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷണർ പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ് ഇന്നലെ കുടുംബം പറഞ്ഞത്. ഏതായാലും ഒരു പക്ഷേ കമ്മീഷണർ അത്തരത്തിലുള്ള ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ടാകും. ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ മൊഴി വീണ്ടും പോലീസ് അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ കേസ് ഇവരെ പ്രതി ചേർക്കുന്നതിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം നാളെയാണ്
പിന്നാലെയാണ് ഈ റാമും അതുപോലെ തന്നെ സംഗീത എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നതും വളരെ നിർണായകമാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുക്കണമെന്നൊരു ഉറച്ച നിലപാടാണ് കുടുംബം പറയുന്നത്. അതിന് ഏതറ്റം വരെയും തങ്ങൾ പോകുമെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കോളേജിൽ നിന്നും ഇവർ മടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നിതിൻ താമസിച്ചിരുന്ന ആ മുറിയിൽ പോയ നിതിന്റെ മറ്റു വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ഈ അച്ഛൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആശ്വസിപ്പിക്കാൻ ആരും എത്തിയില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം കുടുംബത്തിന് നൽകാൻ എത്തിയില്ല. അങ്ങനെയാണ് ഈ കുടുംബം അച്ഛൻ ഉൾപ്പെടെ ഈ നിതിൻ രാജിന്റെ ഈ ഒരു അവസാന നാളുകൾ ചെലവഴിച്ച സ്ഥലങ്ങളിലേക്ക് എത്തിയത്. ഏതായാലും പ്രിൻസിപ്പലിനെ കാണാൻ സഹോദരിയോ അതുപോലെ തന്നെ പിതാവ് രാജനോ തയ്യാറായിട്ടില്ല. അത് കൊലപാതകളാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കാണാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും നെഞ്ചു പൊട്ടുന്ന ഒരു അച്ഛനെ നമ്മൾ ഇന്ന് അഞ്ചരക്കണ്ടിയിൽ കണ്ടു. ഒരുപാട് ചോദ്യങ്ങൾ സമൂഹം ഈ വിഷയത്തിൽ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം കുടുംബത്തിനും വലിയ തോതിലുള്ള ചോദ്യങ്ങളുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ ഇപ്പോഴും, അതായത് 11 ദിവസമായിട്ടും നിതിൻ രാജിന്റെ മരണത്തിൽ യഥാർത്ഥ കാരണം പോലീസിന്റെ എന്തായാലും പ്രിൻസിപ്പാളിന് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഹൃദയഭേദകമായ രംഗങ്ങളാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇന്ന് കണ്ടത്. പ്രിൻസിപ്പാളിനെ കാണേണ്ട എന്ന് നിതിൻ രാജിന്റെ പിതാവ് രാജൻ പറയുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ദളിത് ലീഗ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. കോളേജ് രംഗത്തിറക്കിയ ബൗൺസർമാർ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതിനിടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. സമരക്കാർ കോളേജിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. നിതിന്റെ കുടുംബം കോളേജിലേക്ക് വരാനിരിക്കെയായിരുന്നു ബൗൺസർമാരെ രംഗത്തിറക്കിയുള്ള മാനേജ്മെന്റിന്റെ ഈ നീക്കം. നിഷേധത്തെ മറികടന്നുകൊണ്ടിട്ട് എത്ര വലിയ മുതലാളിക്കും ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് നോക്കി നിൽക്കായിരുന്നു. ഞാനിപ്പോൾ SI യോട് സംസാരിച്ചു. SI യോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ മാർച്ച് തടയാൻ വന്നത്? ഞാൻ പറയുന്നത് ഇതിലേറ്റവും കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ഈ മാർച്ച് നടക്കുന്നത് ദളിത് ലീഗിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും ദളിതരാണ്. ആ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ എന്തിന്റെയൊക്കെയോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചൊതുക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അതിന്റെ ഒഫൻസും അതിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണം. അതിനനുസരിച്ച് നടപടിയെടുക്കണം. അറസ്റ്റ് ചെയ്യണം. ആ കാര്യം വിഷയിച്ചില്ല. അത് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കില്ല. അതിന്റെ രൂപം മാറും. അത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ അതിന്റെ പ്രതിഷേധങ്ങൾ ഉയരും. ഈ SI ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷി നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് കാറ്റ് അല്ലേ, ഈ ആളുകളാണ് വന്നിട്ട് ഇതിനെ തടയാൻ ശ്രമിക്കുന്നത്. അപ്പൊ പോലീസിന്റെ പണി എന്താണ്? ബൈജു, എന്തൊക്കെയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കാണുന്നത്? പോലീസിനേക്കാൾ ബൗൺസർമാരാണല്ലോ അവിടെ പ്രതിഷേധക്കാരെ തടയുന്നത്. ഈ മാനേജ്മെന്റ് എന്തെല്ലാം പരിഹാസ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും മഞ്ജുഷേ, ഇന്ന് ഈ കുടുംബം കോളേജിൽ എത്തും എന്നറിഞ്ഞതോടുകൂടി വലിയ പോലീസ് സന്നാഹം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഇവർ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ദളിത് ലീഗിന്റെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനം അവിടെ എത്തിയത്. പക്ഷേ ആ പ്രകടനം തടയാൻ പോലീസ് അല്ല രംഗത്തുണ്ടായത്. അതായത് ബൗൺസർമാർ ആ പ്രകടനം അവിടെ തടയുന്ന ഒരു സാഹചര്യം. ഇത്രത്തോളം വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ബൗൺസർമാരെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുന്ന ഒരു മാനേജ്മെന്റിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത് വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിന് ആ സമയത്ത് ഇടയാക്കി. പക്ഷെ പോലീസ് പിന്നീട് അതായത് ഇതിന് ശേഷം പോലീസ് ഇടപെട്ട് ഈ ബൗൺസർമാരെ അവിടുന്ന് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും മാനേജ്മെന്റ് നിതിൻ രാജിനെ ചേർത്ത് നിൽക്കാൻ തയ്യാറാകുന്നില്ല. ഇതിലൊരു വിശദീകരണം കൃത്യമായി സത്യസന്ധമായി നൽകാൻ തയ്യാറാകുന്നില്ല. അതിന് പകരം പ്രതിഷേധവുമായി എത്തുന്നവരെ അവരുടെ ബൗൺസർമാരെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ആണ് ശ്രമം നടത്തുന്നത്. ഏതായാലും ഈ ഒരു പ്രതിഷേധം വലിയ തോതിൽ ഇന്ന് കോളേജിൽ ധർണ സമരം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിന് പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 28-ാം തീയതി സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ. കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള രീതി മാനേജ്മെന്റ് സമീപനം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുടുംബം പോലും അവിടെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ വൈകാരികമായ ഒരു രംഗം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മാനേജ്മെന്റ്
മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇത്തരത്തിൽ ബൗൺസർമാർ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. പോലീസ് വലിയ തോതിൽ സാന്നിധ്യം ഉണ്ടായിട്ടും അങ്ങനെ ബൗൺസർമാർ തടയുന്ന സാഹചര്യം അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും. ഇവർ പ്രിൻസിപ്പളും അധ്യാപകരും ചേർന്ന് നടത്തിയ കൂട്ടവിചാരണയ്ക്ക് ശേഷമാണ് നിതിൻ രാജ് മരിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. പോലീസ് പക്ഷേ അതിലേക്ക് അന്വേഷണം കൊണ്ടുപോയിട്ടില്ല. ലോൺ ആപ്പിലേക്കാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. അതിനിടെയാണ് നിതിൻ രാജിന്റെ അച്ഛൻ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എത്തിയത്. ഹൃദയഭേദകമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. ബൗൺസർമാരെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തടയുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കോളേജ് മാനേജ്മെന്റും എത്തിയിരിക്കുന്നത്. നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാവണം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും ആവശ്യത്തിലുണ്ട്. കേസിൽ ഇപ്പോഴുള്ള അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണം നടത്തില്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മരണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. സണ്ണി എം കബിക്കാട് ഇതേക്കുറിച്ച് പ്രതികരിക്കും. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ആവശ്യം. മുഴുവൻ പ്രതികളും ഇപ്പോൾ 2 പ്രതികൾ മാത്രമാണ് ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡോക്ടർ റാമും ഡോക്ടർ സംഗീത എന്ന് പറഞ്ഞ 2 അധ്യാപകർ മാത്രമാണ് ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കേസ് ആദ്യം മുതൽ പരിശോധിക്കുമ്പോൾ നിരവധി പേർ ഇതിനകത്ത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മുഴുവൻ പ്രതികളെയും ആ ദന്തൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കം പ്രതിപ്പട്ടികയിൽ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ അസംതൃപ്തി ഉള്ളതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. അതിന് കോമ്പൻസേഷനാണ് ആവശ്യം. സർക്കാർ വെച്ച് നീട്ടുന്ന എന്തെങ്കിലും പിച്ചക്കാശല്ല ആവശ്യമായിട്ടുള്ളത്. അവൻ്റെ ജീവിതത്തെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു കോമ്പൻസേഷൻ 10 കോടി രൂപ ഈ കുടുംബത്തിന് സർക്കാർ കോമ്പൻസേഷനായി കൊടുക്കണം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ പ്രവചനമനുസരിച്ച് 9 ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ 22-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. വേനൽക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തുടനീളം കനത്ത ചൂടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2025 കൂടുതൽ ചൂട് ഇത്തവണ തുടക്കം തൊട്ട് തന്നെ അനുഭവവേദ്യമായിരുന്നു. ഇപ്പോഴും അതായത് സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴക്കടക്കം സാധ്യതയുണ്ട്. ചില ജില്ലകളിലടക്കം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമടക്കം കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലടക്കം മഴ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ചൂട് വലിയ രീതിയിൽ കുറയാനുള്ളൊരു സാധ്യത ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടില്ല. ചെറിയ രീതിയിലൊരു ആശ്വാസം ഉണ്ടാകുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ചൂട് ഗണ്യമായി കുറയാനുള്ളൊരു സാഹചര്യം നിലവിലില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പാലക്കാടിനൊപ്പം തന്നെ കൊല്ലവും പത്തനംതിട്ടയും അടക്കമുള്ള ജില്ലകളിൽ 39 40 ഡിഗ്രി വരെ സെൽഷ്യസിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്കായിരിക്കും അനുഭവവേദ്യമാവുന്ന ചൂട് എന്നാണ് വസ്തുത. അതിനൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി ഉയർന്നു നിൽക്കുന്നതും സംസ്ഥാനത്ത് അസഹനീയമായ ചൂടിന് കാരണമാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ KSEBയുടെ അതായത് ദിനംപ്രതിയുള്ള വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം റെക്കോർഡ് ഉപഭോഗമാണ് വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട അതായത് ഉയർന്ന ചാർജിൽ നിരക്കിൽ പുറമേ നിന്നും വൈദ്യുതി വാങ്ങാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നാളെ നിർണായകമായ ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങളിലേക്ക് KSEB എത്തുക. എന്തുതന്നെയായാലും വേനൽ മഴ ഈ ആഴ്ചകളിലും മെയ് ആദ്യവാരത്തിലും ഉണ്ടാകാനാണ് സാധ്യത. പക്ഷെ അപ്പോഴും ചൂട് ഉയർന്നു തന്നെ നിൽക്കും. പിന്നീട് മൺസൂൺ മഴയും ഇത്തവണ കുറയാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത ചൂടിന്റെ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ഫിസിക്കൽ വിദ്യാഭ്യാസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അങ്കണവാടികളിൽ നിയന്ത്രണമില്ലെന്ന് ജില്ലാ കളക്ടറുടെ വിശദീകരണം. അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്നും കളക്ടർ അറിയിച്ചു.
പാലക്കാട് ജില്ലയിൽ ഇത്തവണ അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മൾ പൊതുവേ കേരളത്തിൽ എല്ലായിടത്തും നല്ല ചൂടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പാലക്കാട് ജില്ലയിലും നല്ല രീതിയിലുള്ളൊരു ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ അവധി കൊടുക്കാം, ഫിസിക്കൽ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് അവധി കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അംഗൻവാടികൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഓർഡറിൽ. കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം തണലത്ത് നിന്ന് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസും ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല, നമ്മളുടെ ഇവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് കുറേ പേരെങ്കിലും തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുകയാണ്. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇനി അവശേഷിക്കുന്നത് ആകെ സംഭരണ ശേഷിയുടെ 34% വെള്ളം മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണിത്. ജലനിരപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 11%. 2025 KCB നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 43% ജലശേഖരം ഉണ്ടായിരുന്നു. അതായത് 1772.80 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരുതൽ. എന്നാൽ 2026 എത്തുമ്പോൾ ഇത് 34% കുറഞ്ഞു. ഉൽപാദനശേഷി 1422.59 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയിരിക്കുന്നു. കണക്കുകൾ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാമിന്റെ സ്ഥിതിയും വിഭിന്നമല്ല. ആകെ സംഭരണശേഷിയുടെ 36% നിലവിലെ ജലനിരപ്പ്. ഇത് കഴിഞ്ഞ വർഷം 43% ആയിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുവാനാകും. എന്നാൽ പീക്ക് ടൈമിലെ റെക്കോർഡുകൾ തകർക്കുന്ന വൈദ്യുതി ഉപഭോഗമാണ് KCBയെ വലയ്ക്കുന്നത്. വേനൽ മഴ മാറി നിന്നാൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഇനിയും താഴ്ന്നേക്കും. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് പിന്നാലെ പാലക്കാട് നെന്മാറയിലെ സ്ട്രോങ് റൂം തുറക്കാൻ നീക്കം. റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി വിവാദമായതോടെ പിന്നീട് ഉപേക്ഷിച്ചു. വോട്ടെണ്ണൽ ദിവസം വരെ സംസ്ഥാനത്തെ സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. പേരാമ്പ്രയിലെ മെറ്റീരിയൽ റൂം തുറന്നതിൽ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടിയിട്ടുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിലുള്ള നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം ഇന്ന് രാവിലെ തുറക്കാൻ റിട്ടേണിംഗ് ഓഫീസറാണ് തിടുക്കത്തിൽ നടപടി തുടങ്ങിയത്. എന്നാൽ ഇക്കാര്യം ചട്ടവിരുദ്ധമാണെന്നും രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്നും ആരോപിച്ച് നെന്മാറയിലെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ A തങ്കപ്പൻ രംഗത്തു വന്നു. 2 ബൂത്തുകളിൽ 100% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന കണക്കിൽ UDFന് പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നീക്കത്തെ UDF എതിർത്തത്. നെന്മാറ 199 നോൺ നോട്ട് ചെയ്തു, ഫുൾ പോളിംഗ് ചെയ്തെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റില് 199 ബൂത്തില് ഫുൾ 100% വോട്ടിനാണ്. അങ്ങനെ ഇല്ല. 99, 187 രണ്ടിലും കൂടി 287 വോട്ടിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ഇവർ ഇതുപോലെ നമ്മളെന്ന് പറയാതെ തുറക്കുകയും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ നടക്കുന്നു. കോഴിക്കോട് നടന്നത് തന്നെയാണ്. എന്നാൽ EVM സ്ട്രോങ് റൂം അല്ല തുറന്നതെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ വിശദീകരണം. എൻകോർ സൈറ്റിൽ പോളിംഗ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഫോം 17A എടുക്കാൻ മെറ്റീരിയൽ റൂമാണ് തുറക്കാൻ നടപടി തുടങ്ങിയത്. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി മറന്നുവെച്ചുവെന്ന പ്രചാരണം തെറ്റാണ്. രേഖാമൂലം അറിയിപ്പ് നൽകിയില്ലെന്ന ആക്ഷേപം ഉയർന്നതോടെ നടപടി നിർത്തിവെക്കുകയാണെന്ന് കളക്ടർ അറിയിച്ചു. അൺസീൽഡ് ആണത്. ആ റൂം എന്ന് പറയുന്നത് അൺസീൽഡ് ആണ്. അത് സാധാരണ നമ്മുടെ ആവശ്യമുള്ളപ്പോൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. അതുകൊണ്ടാണ് അൺസീൽഡ് ആയിട്ട് അത് വെക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പേപ്പർ ആയതുകൊണ്ടാണ് അത്. കാരണം അതൊരു ഇലക്ഷന്റെ സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർ യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്, ഒരു രജിസ്റ്ററാണ്. അപ്പം അത് നമ്മൾ അത്രയും സെക്യൂർ ആയിട്ട് വെക്കേണ്ടത് കാരണം നമ്മളത്. പേരാമ്പ്രയ്ക്ക് പിന്നാലെ നെന്മാറയിലും വിവാദമുയർന്നതോടെ സംസ്ഥാനത്തെ സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ വോട്ടെണ്ണൽ ദിവസം വരെ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നിർദ്ദേശം നൽകി. അതേസമയം പേരാമ്പ്രയിലെ മെറ്റീരിയൽ റൂം തുറന്നതിൽ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടി. ന്യൂസ് 18 പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം അജികുമാറിനെയും SIT ചോദ്യം ചെയ്തു. 3ാം തവണയാണ് SIT പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്. 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപായാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചതിനെ തുടർന്ന് PS പ്രശാന്തും ഒപ്പം മുൻ ദേവസ്വം ബോർഡ് അംഗവുമായിട്ടുള്ള അജികുമാറും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുകയായിരുന്നു. തുടർന്ന് 2025 ഇതുമായി ബന്ധപ്പെട്ട സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ചോദിച്ചറിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ അജികുമാറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അജികുമാറിന് എന്താണ് ബന്ധം, അദ്ദേഹത്തെ എങ്ങനെ ശബരിമലയിലേക്ക് എത്തിച്ചു എന്ന് അടക്കമുള്ളതിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് ഈ അജികുമാറിനെ അടക്കം ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയാലും ഈ ഒരു ചോദ്യം ചെയ്തു എന്ന കാര്യം PS പ്രശാന്ത് നിഷേധിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതായത് കൂടുതൽ കാര്യങ്ങൾ തന്റെ അടുത്ത് നിന്നും ചോദിച്ചറിഞ്ഞത് മാത്രമാണ്, ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് അതിലേക്ക് കടക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ SIT വിളിപ്പിച്ചത്. മാത്രമല്ല, കോടതി അനുമതിയില്ലാതെ പല കാര്യങ്ങളും നടന്നു. അതുമായി ബന്ധപ്പെട്ട പ്രസിഡന്റിന്റെ നിലപാട് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും അധികം വൈകാതെ തന്നെ കുറ്റപത്രത്തിലേക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും, അതായത് ജയിലിൽ അടക്കപ്പെട്ടവരെ അടക്കം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇനി SITയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യം നിലനിൽക്കുന്നതിനിടയിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷത്തിൽ ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കൽ. വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസ്കൃതം വ്യാകരണ വിഭാഗം മേധാവി സുനിൽ കുമാറാണ് ശബ്ദ സന്ദേശം അയച്ചത്. യാത്രയയപ്പ് പരിപാടിയിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും സാന്നിധ്യമില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അക്കാഡമികമായി നേരിടേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു അത് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല, എഴുതി വെക്കും. ആരൊക്കെയാണ് ഇതിനോട് സഹകരിക്കാത്തത്, ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാലോ. അവസാന RIC, ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടണമെങ്കിൽ, വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയണം. HODയുടെ ഈ ഭീഷണിക്കെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. എല്ലാത്തിനും പ്രതിഷേധിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകരും രംഗത്തെത്തി. ഗവർണർ ഉൾപ്പെടെ ഇതിനകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കുറെ മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. അതിനെതിരെ നമ്മൾ ഓൾറെഡി പ്രതിഷേധിക്കുകയാണ്. ഈ പറഞ്ഞ നന്ദൻ ഉൾപ്പെടെ ഒരു സ്റ്റാഫിനെ ഉൾപ്പെടെ രണ്ടാമത് നിയമിക്കുന്ന ഒരു സാഹചര്യം, സസ്പെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഗവർണറുടെ നേരിട്ടുള്ള ഉത്തരവ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ അജണ്ടകളെല്ലാം നമ്മൾ SFI എന്ന പ്രസ്ഥാനം ഈ ക്യാമ്പസിനകത്ത് സർവകലാശാലക്കകത്ത് ചെറുത്ത് നിർത്തുക ചെയ്യുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശ്രീ ശങ്കരാചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് കാലടി സംസ്കൃത സർവകലാശാലയിൽ പരിപാടി സംഘടിപ്പിച്ചു. അതിന്റെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ എത്തിയത്. അതേസമയം ഗവർണറെ ക്യാമ്പസിലെത്തുമ്പോൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതായത് ഗവർണർ വരുമ്പോൾ എഴുന്നേൽക്ക് നിൽക്കണം, അദ്ദേഹത്തിന് ബഹുമാനം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിവാദ സർക്കുലർ നേരത്തെ സർവകലാശാല പുറത്തിറക്കിയത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് സർക്കുലർ പുറത്ത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ വ്യാകരണ വിഭാഗം മേധാവി വോയിസ് മെസ്സേജുമായിട്ട് രംഗത്തെത്തിയത്. പ്രത്യേകിച്ചും ഈ ഗവേഷക വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു വോയിസ് മെസ്സേജ് പ്രചരിപ്പിച്ചത്. പ്രത്യേകിച്ചും ഗവർണറുടെ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം, ആ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യുകയും അവരുടെ തിസീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, PhD ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഓപ്പൺ ഡിഫൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് അത് നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി സ്വരത്തിലുള്ള ഒരു വോയിസ് മെസ്സേജാണ് ഈ ഗ്രൂപ്പിൽ നിന്നും കണ്ടെത്തിയത്. ആ ഗ്രൂപ്പിൽ നിന്നും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇമ്പോസ് ചെയ്യുന്ന തരത്തിലേക്ക് അത് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിഷേധവും. അതാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധവുമാണ് ഗവർണർക്കെതിരെയും ഗവർണർ എത്തുന്നതുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഇറക്കിയ വിവാദ സർക്കുലറിനെതിരെയും അതുപോലെ ഈ വ്യാകരണ വിഭാഗ HOD സുനിൽകുമാർ RDക്കെതിരെയും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെ SFI പ്രവർത്തകർ ക്യാമ്പസിൽ വലിയ പ്രൊട്ടസ്റ്റുമായാണ് രംഗത്തെത്തിയത്.
ഈ ഗവർണർ ഉൾപ്പെടെ ഇതിനകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കുറെ മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇതിലാണ് നമ്മൾ ഓൾറെഡി പ്രതിഷേധിക്കുകയാണ്. ഈ പറഞ്ഞ നന്ദൻ ഉൾപ്പെടെ ഒരു സ്റ്റാഫിനെ ഉൾപ്പെടെ ഇവിടെ രണ്ടാമത് നിയമിക്കുന്ന ഒരു സാഹചര്യം, സസ്പെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഗവർണറുടെ നേരിട്ടുള്ള ഉത്തരവ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആ അജണ്ടകളെല്ലാം നമ്മൾ SFI എന്ന പ്രസ്ഥാനം ഈ ക്യാമ്പസിനകത്ത് സർവകലാശാലക്കകത്ത് ചെറുത്ത് നിർത്തുക ചെയ്യുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഗവർണർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രസൻസ് കാണുന്നില്ല എന്ന് എടുത്തു പറയുകയുണ്ടായി. പ്രതിഷേധം നല്ലതാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരമല്ല. ഇൻകുലാബ് സിന്ദാബാദും മുർദാബാദും അല്ല, ആ വിളിയല്ല പ്രതിഷേധം. ഇത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു തരത്തിലുള്ള പ്രതിഷേധമാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനവും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉദ്ഘാടന വേളയിൽ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. Our parampara, our tradition and our Sanskriti is this. If you have differences, if you have something else to tell me, let us sit together. Let us discuss. Protesting for everything, saying Jindabad, Murdabad for everything is not our culture. Our culture is, if you have to say something, let us come here and sit together, discuss ourselves. That is called Shastrarth, or in today's language, it is called as a dialogue or a samvad. തുടർന്ന് ഗവർണർക്ക് പിന്തുണയുമായി ABVP പ്രവർത്തകർ രംഗത്തെത്തുന്നു. ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ വലിയ പ്രതിഷേധ പ്രകടനവുമായി ക്യാമ്പസ് മുഖരിതമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിനുശേഷം ABVP പ്രവർത്തകർ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയതുകൊണ്ട് എന്താണ് തെറ്റത്, ഗവർണർ അല്ലല്ലോ ഇറക്കിയത് എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ആ സർക്കുലറിൽ എന്ത് കുഴപ്പമാണ് നിങ്ങൾ ആ സർക്കുലറിൽ കണ്ട കുഴപ്പം പറയൂ. ആ സർക്കുലറിൽ കണ്ട കുഴപ്പം പറയും. എന്തുകൊണ്ടില്ല? സർവകലാശാലയ്ക്ക് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കണം എന്ന് തോന്നി അവരിറക്കി. അതിൽ ഗവർണർ എന്താ പഴിച്ചത്? ഗവർണറിന്റെ അറിവോട് കൂടിയോ ഗവർണറിന്റെ സൈനോട് കൂടിയോ ഉള്ളതല്ല. അല്ലല്ല, ഗവർണറിന്റെ സൈനോട് കൂടിയോ ഗവർണറിന്റെ അറിവോട് കൂടിയോ ഇറക്കിയ ഒരു സർക്കുലർ അല്ലല്ലോ അത്. എന്തായാലും അവസാനമായി സർവകലാശാല മുന്നോട്ട് വെക്കുന്നത്, അതായത് ഗവേഷക വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാഷ്ട്രീയ ബോധമുള്ള പൊതുബോധമുള്ള വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വെക്കുന്ന ഒരു സർക്കുലർ അല്ല, മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാവുകയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ ഇത്തരം കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിലയിടുന്നത്, മാർക്കിടുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണവും വിമർശനത്തിനുമുള്ള സാധ്യതയുണ്ട്. അത്തരം വിമർശനങ്ങൾ, അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങൾ, വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള മോശം പെരുമാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കാലടി സംസ്കൃത സർവകലാശാലയിലെ HOD ഈ തരത്തിലുള്ള വോയിസ് മെസ്സേജുമായി രംഗത്തെത്തുന്നതും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താനുള്ള അല്ലെങ്കിൽ എത്തണമെന്ന് നിർബന്ധിക്കുന്ന തരത്തിലുള്ള വോയിസ് മെസ്സേജ് എത്തുകയും അത് വലിയ വിവാദമായി ആയിത്തീരുകയും ചെയ്യുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു വലിയ അപജയമായി അവശേഷിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകൻ രാജു ഗുരുവായൂരിന് മർദ്ദനമേറ്റു. മറ്റു മാധ്യമപ്രവർത്തകരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതും. ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ചിലർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അവരോടും ദൃശ്യങ്ങൾ മായ്ക്കാൻ വിവേകിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലെത്തിയത്. അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ രാജുവിനെയാണ് കയ്യേറ്റം ചെയ്തത്. പ്രത്യേകിച്ചും VIP-കൾ സന്ദർശനത്തിന് എത്തുമ്പോൾ, ഗുരുവായൂർ ദർശനത്തിന് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൻ എത്തുന്ന വിവരം ആരും അറിഞ്ഞിരുന്നില്ല. അത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് ദർശനത്തെത്തിയ മറ്റു പലരും മൊബൈലിൽ വീഡിയോ എടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ മകനോടൊപ്പം ഉണ്ടായിരുന്ന, വിവേക് കിരണിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള പരാതിയും ഉയരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂരിൽ ദർശനത്തിനെത്തുന്നത് മറച്ചുവെക്കേണ്ടുന്ന, രഹസ്യമാക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹം ഒരു സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകനായതുകൊണ്ടോ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കാനോ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പിന്നാലെ പോകാതിരിക്കാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എന്നിട്ടും എന്തിനാണ്
ഇത്തരത്തിലൊരു രഹസ്യ സ്വഭാവമായി വിവേക് കിരണിന്റെ ഗുരുവായൂർ ദർശനത്തിനെത്തിയ നീക്കം അതെന്തിനാണ് ഇത്തരത്തിൽ രഹസ്യ നീക്കമാക്കി മാറ്റിയത് എന്നുള്ളതാണ് ചോദ്യമാകുന്നത്. അത് മാത്രമല്ല, ദൃശ്യങ്ങൾ എടുത്ത ആളുകളോട് ആ ദൃശ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാവുകയാണ്. വലിയ വിവാദത്തിന് ആണ് ഇതുമായി ബന്ധപ്പെട്ട് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വിവേക് കിരൺ ഗുരുവായൂരിലെത്തുന്ന സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് മറ്റുള്ളവരോട്, അത് സാധാരണപ്പെട്ട ആളുകളോടൊക്കെ, സാധാരണ ജനങ്ങളോടൊക്കെ അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണ് എന്നും ചോദ്യചിഹ്നമാവുകയാണ്. തമിഴ്നാട്ടിൽ പരസ്യ പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡ് ഷോകളും റാലികളുമൊക്കെയായി അവസാന മണിക്കൂറുകളിൽ പ്രചാരണാവേശം പാരമ്യത്തിലാണ്. അസാദുദ്ദീൻ ഒവൈസി DMK സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. Tamil Nadu is moving forward. The BJP government at the center is trying to pull it in back. They are treating Tamil Nadu like a stepchild. Despite contributing significantly to the nation's economy, Tamil Nadu is receiving a disproportionately low share of tax revenue. மக்களோட ஆட்சி ஊழல் ஆட்சி, மக்கள் வெறுத்து ஒதுக்கி இருக்கின்றாங்க இன்றைய திமுகவை. இன்றைக்கு போராட்டம், விவசாயிகள் போராட்டம், அரசு ஊழியர்கள் போராட்டம், ஆசிரியர்கள் போராட்டம், செவிலியர் போராட்டம், சத்துணவு போராட்டம், அங்கன்வாடி ஊழியர் போராட்டம், டாக்டர் போராட்டம், இப்படி அனைத்து தர மக்களும் போராடி போராடி சலித்து போய் தேர்தலில் சந்திக்கிறாங்க. ஸ்டாலின் அவர்களே, நீங்கள் சிந்திக்க வேண்டும். ஏதோ 200 இடங்கிறீங்க, 200 இடமில்ல. തമിഴ്നാട്ടിൽ പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. VR കാർത്തിക് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഇതിനോടൊപ്പം തന്നെ ബംഗാളിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഇത്തവണ ചതുഷ്കോണ മത്സരം എന്ന് വേണമെങ്കിൽ തമിഴ്നാടിനെ വിശേഷിപ്പിക്കാം. DMK മുന്നണിയുടെ വിജയം എന്ന രീതിയിലുള്ള വിലയിരുത്തലിൽ നിന്ന് ഈ പ്രചാരണം അവസാനിക്കുന്ന സമയത്ത് പോരാട്ടം കുറച്ചുകൂടി കടുപ്പം എന്ന രീതിയിലേക്കായിട്ടുണ്ടല്ലോ. തീർച്ചയായും മഞ്ജുഷ്, തമിഴ്നാട്ടിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും നേതാക്കൾ തമ്മിൽ പരസ്പരം ശക്തമായ വാക്പോര് അത് തുടരുകയുമാണ്. അതാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടതും. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി AIADMKയും DMKയും നേർക്കുനേർ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദശാബ്ദത്തിലെങ്കിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2 വർഷം മാത്രം പ്രായമുള്ള TVK എന്ന വിജയിയുടെ പാർട്ടി അത് പരമ്പരാഗത പാർട്ടികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തി നിലനിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ അല്പം മുമ്പ് കണ്ടതുപോലെ അവസാന ലാപ്പിൽ, അവസാന മണിക്കൂറുകളിലും കേന്ദ്ര നേതാക്കളെയും സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും ഒക്കെ ഇറക്കിയുള്ള പ്രചരണമാണ് തമിഴകത്ത് കണ്ടത്. 234 മണ്ഡലങ്ങൾ, ഈ 234 മണ്ഡലങ്ങളുടെ മുക്കിലും മൂലയിലും എത്തിയ പ്രചരണമായിരുന്നു തമിഴ്നാട്ടിൽ ഇത്തവണ നടന്നത്. അത് വയസ്സേറിയ പോരാട്ടം അത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രചരണവും. തമിഴ്നാട്ടിൽ DMK ലക്ഷ്യമിടുന്നത് തുടർഭരണമാണ്. അതോടൊപ്പം തന്നെ AIADMK ആകട്ടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. AIADMKയ്ക്ക് ഇത് ഡു ഓർ ഡൈ ഗെയിമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് രാവിലെ സ്റ്റാലിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ദിനത്തിലും ജനകീയ മുഖം നിലനിർത്താൻ സ്റ്റാലിൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഓട്ടോയിൽ യാത്ര ചെയ്യുന്നു. ചെന്നൈയിലാണ് ഇത്തരത്തിൽ രാവിലെ ഓട്ടോയിൽ യാത്ര ചെയ്ത് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് സാധാരണക്കാരുമായി സംവദിച്ചൊക്കെ അവസാന മണിക്കൂറുകളിലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എടപ്പാടി പളനിസ്വാമി ആകട്ടെ സേലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളിലും പൊതുപരിപാടികളിലുമാണ് ഇന്ന് പങ്കെടുക്കുന്നത്. DMK ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് AIADMK ഉന്നയിക്കുന്നതും. എടപ്പാടി പളനിസ്വാമിയുടെ വാക്കുകളിൽ വ്യക്തമാണ് AIADMKയും DMKയും നേർക്കുനേർ പോരാട്ടം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവസാന നിമിഷവും നടത്തുന്നത്. അതായത് TVK ഒരു എതിരാളി അല്ല എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ അവസാന മണിക്കൂറുകളിൽ കേന്ദ്ര നേതാക്കളെ ഇറക്കിയുള്ള പ്രചരണം. മല്ലികാർജ്ജുൻ ഖാർഗെ ചെന്നൈയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് മല്ലികാർജ്ജുൻ ഖർഗെയും ഉന്നയിക്കുന്നത്. അങ്ങനെ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും വാക്പോര് അത് നേതാക്കൾ തമ്മിൽ അതിശക്തമായി തുടരുകയാണ്. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ തമിഴ്നാട് പോളിംഗ് ബൂത്തിലെത്തും. ആകെ 5,57,00,000
വോട്ടർമാർ, അതിൽ പകുതിയിലധികവും സ്ത്രീകൾ, ഏതാണ്ട് 19 ലക്ഷത്തിലധികം യുവ വോട്ടർമാർ. ഇങ്ങനെ പല സാഹചര്യം കൊണ്ടും, പ്രത്യേകിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴകത്ത് നിർണായകമാണ്. അതിൻ്റെ വീറും വാശിയും പ്രകടവുമാണ്. വിജയ് ആകട്ടെ ഏറ്റവും ഒടുവിൽ എക്സിൽ ഒരു പോസ്റ്റും കുറിച്ചിരിക്കുന്നു. അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അന്ന് മുതൽ സമ്മർദ്ദങ്ങളാണ്, എന്നാൽ ആ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടില്ല എന്ന് എക്സിലൂടെ ഒരു പോസ്റ്റാണ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ വിജയ് നടത്തുന്നത്. സർവേ ഫലങ്ങളടക്കം സൂചിപ്പിക്കുന്നത് 8 മുതൽ 15% വോട്ട് വരെ ഈ തെരഞ്ഞെടുപ്പിൽ TVK സ്വന്തമാക്കുമെന്നാണ്. ആ അർത്ഥത്തിൽ DMK-ക്കും AIADMK-ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഒരു എക്സ് ഫാക്ടറായി TVK മാറും എന്ന കണക്കുകൂട്ടലുമുണ്ട് തമിഴകത്ത് ഇപ്പോൾ. ശരി കാർത്തിക്, ബംഗാളിലെ കാര്യം കൂടി വരാം. ബംഗാളിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുകയാണ്. അധികാരത്തിലെത്തിയാൽ ഗൂർഖ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്നാണ് അമിത്ഷാ നൽകിയിരിക്കുന്ന വാഗ്ദാനം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. CPM, कांग्रेस, ममता, अब समय आ गया है गोरखाओं को अन्याय समाप्त करने का समय अब शुरू हो रहा है. കാർത്തിക്, ഒരു പക്ഷേ BJP അട്ടിമറി വിജയം നേടാം ബംഗാളിൽ എന്ന രീതിയിലുള്ള പ്രതീതിയാണല്ലോ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ അതിനിർണായകവും ആണ്. ഏത് രീതിയിലാണ് അവസാന ദിവസത്തെ പ്രചാരണം മുന്നേറുന്നത്? മഞ്ജുഷ, 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നാണ്. 142 മണ്ഡലങ്ങളിൽ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഈ 16 ജില്ലകളിലും തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കും കോൺഗ്രസ് ഇടത് സഖ്യത്തിനുമൊക്കെ ഒരുപോലെ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, വിവിധ മേഖലകളിൽ വിവിധ ശക്തി കേന്ദ്രങ്ങൾ, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ ഏറെ അധിവസിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. മാത്രമല്ല അത്തരത്തിൽ ന്യൂനപക്ഷ സ്വാധീന പ്രദേശങ്ങളടക്കം ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളാണ് BJP-ക്ക് ലഭിച്ചത്. ഈ 77 സീറ്റിൽ BJP-ക്ക് ലഭിച്ച 77 സീറ്റിൽ 59 മണ്ഡലങ്ങളിൽ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനം നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി അടക്കമുള്ളവർ ആദ്യഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് എന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ 215 സീറ്റായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അവരാകട്ടെ 92 സീറ്റുകളിൽ ഈ ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കും ഒരുപോലെ പ്രധാനമാണ്. അതിൻ്റെ ആവേശം അവസാന മണിക്കൂറിലും പ്രകടമാണ്. പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ബംഗാളിലെത്തി ഡാർജിലിംഗിൽ തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു ട്രംപ് കാർഡ് കൂടി അമിത്ഷാ അവിടെ ഇത്തരത്തിൽ പ്രസംഗത്തിൽ പറയുന്നു എന്നതാണ്. അത് ഗൂർഖ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, അത് ഏറെ നാളായി ബംഗാളിനെ അലട്ടുന്ന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പോരാട്ടത്തിന് ദീർഘനാളത്തെ ചരിത്രമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് പുതിയ വാഗ്ദാനങ്ങൾ അമിത്ഷാ അവസാന മണിക്കൂറിൽ നൽകുന്നത് എന്നാണ് ഏറ്റവും നിർണായകം. 6 മാസത്തിനുള്ളിൽ BJP അധികാരത്തിലെത്തിയാൽ 6 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഗൂർഖ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊരു വാഗ്ദാനമാണ് അമിത്ഷാ ഇപ്പോൾ ബംഗാളിൽ. ശരി, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ 234 മണ്ഡലങ്ങളിലും ഇന്ന് കൊട്ടിക്കലാശം. അതേസമയം ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 16 ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഇന്ന് കൊട്ടിക്കലാശമാണ്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കാലയളവ് നീട്ടിയേക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ കീഴടങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അനുനയ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേൽ ലെബനൻ ചർച്ച വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ നടക്കും. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, എന്തായാലും വെടിനിർത്തൽ തീരുമാനം അത് അവസാനിക്കാൻ പോവുകയാണ്, വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോവുകയാണ്. ഒരു സമാധാനത്തിലുള്ള അന്തരീക്ഷം ഇല്ല എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരുമല്ലോ അല്ലേ, നേതാക്കളുടെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ? തീർച്ചയായും മഞ്ജുഷ്, ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ 39 മണിക്കൂറുകൾ മാത്രമേ ഈ വെടിനിർത്തൽ അവസാനിക്കാനായി നിലവിലുള്ളൂ. വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ അമേരിക്ക ഇറാനുമേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ തീരുകയാണ്. ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുമ്പോൾ ഇത് നീട്ടിക്കൊടുക്കാൻ ഇപ്പോൾ നിലവിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതായത് വെടിനിർത്തൽ നീട്ടി നൽകുമെന്നോ അല്ലെങ്കിൽ നീട്ടി നൽകില്ല എന്നോ ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല.
ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിനിധികൾ എന്തായാലും ഇറാനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറാനിലേക്ക് തിരിച്ചിട്ടുള്ളത്. അവർ നാളെ പുലർച്ചെയോടെയൊക്കെ ഇറാനിലെത്തുമെന്നാണ് വിവരമുള്ളത്. അതേസമയം ഇറാന്റെ പ്രതിനിധികൾ ഇതുവരെ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടിട്ടില്ല. അവർ ആരെയും അയക്കുമെന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഏതൊരു ആക്രമണത്തിനും സജ്ജമായിരിക്കാനാണ് ഇറാന്റെ ജുഡീഷ്യൽ തലവൻ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അവിടെ സൈനിക മേധാവികൾക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും ഏത് ആക്രമണം ഉണ്ടായാലും സജ്ജമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നിലവിൽ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഇറാൻ കീഴടങ്ങുമെന്ന് ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിക്കരുത് എന്നതാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് പറയുന്നത് ഒരു ചർച്ചയ്ക്കായി അമേരിക്ക വിളിച്ചുകൊണ്ട് ഒരു കീഴടങ്ങലാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരിക്കലും ഇറാൻ തയ്യാറല്ല എന്നതാണ്. ഇറാന്റെ ഡിഫൻസ് മിനിസ്ട്രി നിലവിൽ വ്യക്തമാക്കുന്നത് ഇറാനിൽ നിന്ന് പിടിച്ചെടുത്ത കപ്പൽ അമേരിക്ക ഉടൻ തന്നെ വിട്ടുകൊടുക്കണമെന്നതാണ്. ഈ ചരക്ക് കപ്പൽ ഇപ്പോഴും അമേരിക്കയുടെ പക്കൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇൻസ്പെക്ഷൻ നടത്തിയെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് കൊണ്ടുപോകുമെന്നോ ഇതുവരെയും US വ്യക്തമാക്കിയിട്ടില്ല. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം ഇപ്പോഴും തുടർന്നു പോകാൻ തന്നെയാണ് ഉദ്ദേശമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യത്തിനോടും ഒട്ടും തന്നെ അയയാത്ത നിലപാട് ട്രംപും സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ രണ്ട് കൂട്ടരും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ വെടിനിർത്തലിന് ശേഷം എന്ത് എന്നത് വളരെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതേസമയം ലെബനനും ഇസ്രായേലുമായിട്ടുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കുമെന്നാണ് വിവരമുള്ളത്. ഇതിനായിട്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉടൻ തന്നെ US-ലേക്ക് തിരിക്കും. വാഷിംഗ്ടണിൽ വെച്ചാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അതേസമയം പല മേഖലകളിലും ഇപ്പോഴും വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ആക്രമണമുണ്ട്. അതുപോലെ ഈ ഹിസ്ബുള്ളയുടെ ചീഫിനെ വധിക്കുമെന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്ട്രി ഇപ്പോൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾ നടക്കാൻ പോകുമ്പോഴും ഇപ്പോഴും ഹിസ്ബുള്ളയുമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. വാൽപ്പാറ ദുരന്തത്തിൽ പാങ് GLP സ്കൂളിലെ 5 അധ്യാപകർക്കൊപ്പം ജീവൻ നഷ്ടമായ പാചക ജീവനക്കാരി സാജിദയുടെ കുടുംബം നേരിടുന്നത് കടക്കെണിയും പ്രതിസന്ധികളുമാണ്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ള സാജിദയുടെ മകൻ ഷഹദീൻ ഉമ്മ മരിച്ചത് അറിഞ്ഞിട്ടില്ലെന്ന് സാജിദയുടെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ പറയും. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച പാങ് GLP സ്കൂളിലെ പാചക ജീവനക്കാരി സാജിദയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാജിദയുടെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ എന്നോടൊപ്പം ചേരുന്നു. കഥ വലിയ വിഷമാണെന്നറിയാം, എന്നാലും മോൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലിന് ഇന്ന് സർജറി വേണം പറഞ്ഞതായതുകൊണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് 5 ദിവസത്തിന്. ഇപ്പം നടുവിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട് നട്ടെല്ലിന്. അപ്പോൾ 5 ദിവസത്തിന് മാറ്റി വെച്ചപ്പോൾ രക്തം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിന് കമ്മിയുണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ 3 കുപ്പി കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഒരാളും കൂടി വേണം പറഞ്ഞിട്ട് വേറൊരാളും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ രക്തം എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനെല്ലാതും ഓർമ്മ ഉണ്ട്. അവിടെ സംഭവിച്ചതൊക്കെ ഓർമ്മ ഉണ്ട്. അത് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയമൊന്നും അവൻ്റെ മനസ്സിൽ മുഖത്ത് കാണുന്നില്ല എന്നാ പറയുന്നത് എല്ലാവരും. അവൻ്റെ വർത്താനം നല്ല എനർജി ആയിട്ടാണ് വർത്താനം. ഇല്ല, അതറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ബോഡി കിട്ടിയിട്ടില്ല, സാജിദയുടെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ ബോഡി എന്നൊന്നും അവനൊക്കെ അറിയില്ല. ഉമ്മയുടെ ബോഡി കിട്ടിയോ, അമ്മച്ചി ഇവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കണത്. ഒറ്റ ജോലി കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ ഉമ്മയും അവൾ മാത്രമാണ് ഉള്ളത്. അവളെ ഒറ്റ ജോലി കൊണ്ട് തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞ് പോണത്. മോൻ്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്താലും പിന്നെയും സഹായങ്ങളൊക്കെ ആവശ്യം വരില്ലേ? പിന്നെന്താ, വേണ്ടി വരും. എൻ്റെ കുട്ടികൾ പഠിക്കാനും എല്ലാത്തിനും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നീടുള്ള ജീവിതത്തിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനക്ക് സർക്കാരിൻ്റെ സഹായം നിർബന്ധമായിട്ടും വേണ്ടി വരും. എന്താണെങ്കിലും വലിയ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അധ്യാപകർക്ക് പെൻഷൻ അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ഈ പാചക ജീവനക്കാരി ആയതുകൊണ്ട് സാഹചര്യത്തിൽ അതൊന്നും തന്നെ ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ നിന്നോ ഇവർക്ക് ഈ കുടുംബത്തിന് അതിജീവനത്തിന് ആവശ്യമായ സഹായം നൽകണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കുടുംബത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. മാത്രമല്ല സാജിദയുടെ മകൻ ഷഹദിന് ഇനിയും ചികിത്സയും മറ്റുമൊക്കെ ആവശ്യമാകും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അകമഴിഞ്ഞുള്ള പിന്തുണ നടപടിയാണ് ഇവർ മുന്നോട്ട് ആവശ്യപ്പെടുന്നത്.
അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അൻമോദ്, ന്യൂസ് 18. കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KPCC മാധ്യമ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പോലീസ് മേധാവിക്ക് ഔദ്യോഗിക പരാതി നൽകി. 90-ലധികം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പരാതിക്കൊപ്പം ദീപ്തി മേരി വർഗീസ് DGPക്ക് നൽകിയിട്ടുണ്ട്. ഏകീകൃത സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഈ അക്കൗണ്ടുകൾ. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സമൂഹത്തിൽ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം വ്യാജ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നും ദീപ്തി മേരി വർഗീസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇടുക്കി കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ അതിക്രമം. ചികിത്സയ്ക്കെത്തിയയാൾ ഡ്യൂട്ടി നഴ്സിനെ ആക്രമിച്ചതായാണ് പരാതി. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. കൈക്ക് വെട്ടേറ്റ് ചികിത്സയ്ക്കെത്തിയ 7 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ആശുപത്രി അധികൃതർ കുമളി പോലീസിൽ പരാതി നൽകി. വിവോ ഫോൺ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പെന്ന് പോലീസ്. ഒറിജിൻ OS അപ്ഡേറ്റ് എന്ന വ്യാജേന അയക്കുന്ന സന്ദേശങ്ങൾ വഴി മൊബൈൽ ഫോണുകളിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിന്റെ രീതി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ അടിയന്തരമായി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള പോപ്പപ്പ് സന്ദേശങ്ങൾ സ്ക്രീനിലുണ്ടാകും. ഇതിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഔദ്യോഗിക അപ്ഡേറ്റിന് പകരം മാൽവെയർ അടങ്ങിയ APK ഫയലുകൾ ഡൗൺലോഡ് ആകുന്നു. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് കിട്ടുകയും ക്യാമറ, മൈക്രോഫോൺ, SMS, കോൺടാക്ട് വിവരങ്ങൾ എന്നിവ ചോർത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,235, പവന് 1,13,880. 18 ക്യാരറ്റ് ഗ്രാമിന് 11,755, പവന് 94,040. വെള്ളി ഗ്രാമിന് 265, കിലോയ്ക്ക് 2,65,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട്ലൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.